ഹലോ കൂട്ടുകാരെ, എന്താണ് വിശേഷങ്ങൾ? നമ്മൾ അർജുന് ഇനിയുള്ള ഡേയ്സെങ്കിലും നല്ലതായി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ട്. വീട് മാറ്റിയിട്ടൊന്നും കാര്യമില്ല, ആൾ നന്നാവണല്ലേ. വെറുതെ വീടിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അർജുൻ നന്നാവോ എന്നാൽ അവൻ്റെ ലൈഫും സെറ്റാവും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം കേട്ടോ. നയനം 19-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കാറിൽ കയറിയ അർജുനോട് ഓണർ കൈ ഉയർത്തി യാത്ര ചോദിച്ചുവെങ്കിലും അവൻ അതൊന്നും നോക്കാതെ സൈഡ് ഗ്ലാസ് ഉയർത്തി. എത്രയും പെട്ടെന്ന് അവശയായ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്തെത്താനാണ് അവൻ്റെ ഹൃദയം കൊതിച്ചത്. അർജുൻ ഫോണെടുത്ത് സൂസൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യത്തെ 2 റിങ് കഴിഞ്ഞതും സൂസൻ ഫോണെടുത്തു. നയനയുടെ ബാഗ് എവിടെ? സൂസൻ്റെ ശബ്ദം കേട്ടതും ഒറ്റ ചോദ്യമായിരുന്നു. എൻ്റെ കയ്യിലുണ്ട്. സൂസൻ്റെ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞിരുന്നു. ഉറ്റ ചങ്ങാതിമാരെ പോലെ പലതും പങ്കുവെച്ച് ജീവിച്ചിരുന്നവർ നയനയുടെ വരവോടെ അന്യരായി മാറി. ആ അകലം ശരിക്കും മനസ്സിലാകുന്നത് സൂസനാണെന്ന് മാത്രം. നീ എവിടെയാണ്? ഫ്ലാറ്റിലോ? അർജുൻ ഫോൺ ചുമലിനും കാതിനും ഇടയ്ക്ക് വെച്ചു. ഞാൻ മുമ്പ് താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് മാറി. ലൊക്കേഷൻ ഞാൻ വാട്സാപ്പ് ചെയ്യാം, നീ അങ്ങോട്ട് വന്നാൽ മതി. കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ സൂസൻ ഫോൺ കട്ട് ചെയ്തു. നയനയുടെ കാര്യത്തിൽ വേണ്ടാത്ത ആവലാതി വേണ്ടെന്ന് അവളും ചിന്തിച്ചിരുന്നു. വേറെ ഫ്ലാറ്റോ? സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് അർജുൻ ആത്മകഥം ചെയ്തു. അർജുൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് ടോൺ വന്നു. അർജുൻ കാതിൽ നിന്ന് ഫോൺ എടുത്തു. ആ മെസ്സേജ് നോക്കി. സൂസൻ ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. സൂസൻ കൊടുത്ത അഡ്രസ്സ് നോക്കി അവൻ കാർ മുന്നോട്ടൊടിച്ചു. 4 നിലയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മുമ്പിൽ അർജുൻ്റെ കാറ് വന്നു നിന്നു. അവൻ ഇറങ്ങുന്നതിന് മുമ്പേ ബാഗും കൊണ്ട് സൂസൻ അവിടെ എത്തിയിരുന്നു. ഇതാണ് ബാഗ്. അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കാതെ സൂസൻ അവൻ്റെ കയ്യിൽ കൊടുത്തു തിരികെ നടന്നു. സൂസൻ, അവൻ്റെ വിളിയിൽ അവൾ അവിടെ തന്നെ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അർജുൻ അവളുടെ അടുത്ത് വന്നു നിന്ന് ഇരു പോക്കറ്റിൽ കൈയിട്ട് നിന്നു. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ചില നേരങ്ങളിൽ എനിക്ക് എന്നെ തന്നെ പിടിക്കാറില്ല. പലപ്പോഴും വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാകാം പലപ്പോഴും എന്നെ തളർത്തുന്നത്. ആ ഒരു അരിശം എൻ്റെ തലക്ക് വട്ട് പിടിപ്പിക്കുകയാണ്. അർജുൻ പല്ലുറുമ്മിക്കൊണ്ട് അവൻ്റെ തലമുടി പിടിച്ചു വലിച്ചു. ഒരനക്കവുമില്ലാതെ പ്രതിമ പോലെ സൂസൻ നിന്നു. അവളിലേക്ക് അടുക്കാൻ നോക്കും തോറും ഓരോ തടസ്സങ്ങളാ. കയ്യിൽ നിന്നും വഴുതി പോവാ പെണ്ണ്. ഇപ്പം എല്ലാം കഴിഞ്ഞൊരു ആക്സിഡൻറ്റും. എന്നാലും അവളെ അങ്ങോട്ട് കൈവിട്ട് കളയാൻ തോന്നുന്നില്ല. ഈ ദേഷ്യത്തിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോഴാ നിന്റെ വിളിയും ഉപദേശവും. സൂസൻ മുഖം തിരിച്ച് അവനെ നോക്കി. വളച്ചൊടിച്ച് മൂക്ക് പിടിച്ചവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. സൂസനോട് സോറി പറയാതെ പറയാൻ നീ പറ, ഞാൻ എന്താ ചെയ്യാം? എളിയിൽ കൈകുത്തിയ അർജുൻ മണ്ട ഉരസി. വീട്ടിലൊരു ഹോമം നടത്തി വല്ല ബാധയുണ്ടെങ്കിൽ ഒഴിപ്പിച്ചേക്ക്. അല്ല, ഏറ്റവും വലിയ ബാധ വീട്ടിൻ്റെ അകത്ത് തന്നെ കുടിയേക്ക്, ആരെ ഒഴിപ്പിക്കാനാ? സൂസൻ ഇരുപുരികം വളച്ചു പിടിച്ചു കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് കൂസലേതുമില്ലാതെ പറഞ്ഞു. അർജുന് ശുണ്ടിയേറി. അവൻ മിഴികൾ വിടർത്തി അവളെ തുറുപ്പിച്ചു നോക്കി. നീ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കണ്ട. നിന്റെ ദുഷിച്ച മനസ്സ് വെച്ച് അവളോട് എപ്പോഴൊക്കെ അടുക്കാൻ നോക്കുന്നുവോ വിധി അത് മുടക്കുകയേ ഉള്ളൂ. പറ്റുമെങ്കിൽ അവളെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ നോക്ക്. അതുപോലൊരു പെണ്ണ് അർജുൻ്റെ ജീവിതത്തിൽ ഇനി വരില്ല. അത്രമേൽ നിഷ്കളങ്കയായ ദേവതയാണവൾ. കെട്ടിയ കൈകൾ അയച്ചിട്ട് അവൻ്റെ കാതോരം വന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സൂസൻ തിരിഞ്ഞു നടന്നു. തലക്കൊരു അടിയേറ്റവനെ പോലെ അർജുൻ ആ നിൽപ്പങ്ങനെ തുടർന്നു. അർജുൻ്റെ കാറ് വന്ന് നിൽക്കുന്നത് കണ്ടതും രാജൻ ഓടിപ്പോയി ഗേറ്റ് തുറന്നു കൊടുത്തു. കാർമേഘം മൂടി ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. അർജുൻ കാറിൽ നിന്ന് ഇറങ്ങിയതും ഇറ്റി തുടങ്ങിയ മഴത്തുള്ളികൾ അവൻ്റെ മുടിയിൽ കാറ്റുപോലെ വീണു. നല്ല മഴക്കോളുണ്ട് സാറേ, രാജൻ പറയുന്നതോടൊപ്പം അവൻ കൊണ്ടുവന്ന ലഗേജുകൾ കാറിൻ്റെ പിറകിലെ ഡോർ തുറന്ന് എടുക്കുന്നുമുണ്ട്. ആവശ്യപ്പെടാതെ കണ്ടറിഞ്ഞു തന്നെ പണിയെടുക്കുന്ന പണിക്കാരൻ അർജുന് നന്നായി ബോധിച്ചു. അവൻ്റെ മുഖത്ത് ആ പ്രസന്നത തെളിഞ്ഞു കാണാമായിരുന്നു. ഞങ്ങൾ ഇറങ്ങുക സാറേ, രാവിലെ വരാം. സീത കയ്യിൽ എന്തൊക്കെയോ കവറുകൾ ചുരുട്ടി കെട്ടിപ്പിടിച്ച് അവർ മുറ്റത്തേക്കിറങ്ങി. അത്രയും നേരം അവർ അവനെ കാത്തുനിന്നത് പോവാനുള്ള അനുവാദം ചോദിക്കാനായിരുന്നു. അവൻ ആദിയേറിയ ശബ്ദത്തിൽ ചോദിച്ചു. കഞ്ഞി മതിയെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു. ബാഗിൽ നിന്ന് മരുന്നെടുത്ത് കൊടുത്തിട്ടുണ്ട് സാറേ. ഇപ്പോൾ ആ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്.
നേരെ ഇരുന്നോട്ടെ സാറേ. എപ്പോഴാ കിടപ്പ് അങ്ങനെ കിടന്നാലേ വല്ലാത്ത മുഷിപ്പ. തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിച്ചുവെന്ന ആത്മവിശ്വാസം ആ സ്ത്രീയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇത് വെച്ചോളൂ. അർജുൻ തൻ്റെ 2 പോക്കറ്റും തപ്പി. വലത് പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് അതിൽ നിന്നും 500-ൻ്റെ 2 നോട്ടെടുത്ത് രാജന് നേരെ നീട്ടി. വേണ്ട സാറേ, ഞങ്ങളുടെ ജോലിക്കുള്ള ശമ്പളം മാത്രം തന്നാൽ മതി. രാജൻ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് പണം സ്വീകരിച്ചില്ല. ശമ്പളം തരേണ്ടത് ഞാൻ തന്നെയല്ലേ? ഇപ്പം ഇത് വെച്ചോളൂ. അർജുൻ നിർബന്ധിച്ചു ആ മനുഷ്യൻ്റെ കൈ പിടിച്ചു വലിച്ചു. കൈവെള്ളയിലേക്ക് പണം വെച്ചു കൊടുത്തു. അയാളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. നിറഞ്ഞ മിഴികളോടെ അയാൾ ഭാര്യയെ നോക്കി. അവരുടെ കണ്ണുകളും നനവുറിയിരുന്നു. അയാൾ ആ നോട്ടുകൾ മടക്കി 2 കണ്ണിലും ഒപ്പി. ഞാനിവളെ വീട്ടിലാക്കിയിട്ട് വേഗം തിരിച്ചു വരാം സാറേ. സീതയുടെ പിറകെ ഇറങ്ങി നടക്കാൻ നേരം രാജൻ പറഞ്ഞു. ഇനി ആവശ്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് രാവിലെ വന്നാൽ മതി. അർജുൻ പറഞ്ഞതിന് പിന്നീട് ഒരു ചോദ്യത്തിന് നിൽക്കാതെ രാജൻ ആ ഗേറ്റ് അടച്ച് പുറത്തേക്ക് ഇറങ്ങി. അവർ തമ്മിൽ എന്താ ചേർച്ച? ഭാര്യ ഭർത്താക്കന്മാരായ എങ്ങനെ വേണം അല്ലേ ചേട്ടാ? പോകുന്ന വഴിയെ സീത പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ രാജനും തലയാട്ടി. അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു പോകുന്നത് അർജുൻ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. പരസ്പരം സഹായിച്ച് സ്നേഹത്തോടെ കഴിയുന്ന 2 പാവം മനുഷ്യർ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചതി, കാപട്യമില്ലാതെ സ്നേഹം, അനുകമ്പ എന്നുള്ളതൊക്കെയുണ്ടെന്ന് അവന് തോന്നി. അർജുൻ അറിയുന്ന ലോകത്ത് കാപട്യം മാത്രമല്ലേ ഉള്ളൂ. അർജുൻ ഹാളിലേക്ക് എത്തി മുൻവശത്തെ വാതിൽ അടച്ചു കുറ്റിയിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഹാളിലെ സോഫയിൽ തല ചായ്ച്ചിരിപ്പുണ്ട് നയന. അവളുടെ മുഖത്ത് പുഞ്ചിരിയാണ്. അവൻ ഓരോ ചുവടുകൾ വെച്ച് മുന്നോട്ട് വരും തോറും മുമ്പിലിരിക്കുന്ന വെണ്ണക്കൽ ശില്പം പോലുള്ള ആ പെണ്ണിനെ മിഴികളിൽ നിറച്ചു. അവൻ അടുത്തെത്തിയതും എഴുന്നേൽക്കാൻ നിന്നവളുടെ കൈവിരലുകളിൽ വിരൽ കോർത്തുകൊണ്ടവൻ അവളുടെ അരികിലേക്കിരുന്നു. ഞാൻ ബോധം കെട്ടുറങ്ങിയല്ലേ? ആ ചേച്ചിയാ പറഞ്ഞത് സാർ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തിയതെന്ന്. ഉച്ചയ്ക്ക് ആ ടാബ്ലറ്റ് കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. നയന പറയുന്നത് പുഞ്ചിരിയോടെ അവൻ കേട്ടിരുന്നു. അപ്പോഴും അവളുടെ വിരൽ തുമ്പിൽ കുരുക്കിട്ട് അവൻ്റെ വിരലുകൾ ഏർപ്പെടുത്തിയില്ല. ഇതാ തൻ്റെ ഫോൺ, അമ്മച്ചിയെ വിളിച്ചോ. അർജുൻ ഒരു ഫോൺ എടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ഇത് പുതിയ ഫോണല്ലേ സാർ? അയ്യോ, ഇത് എൻ്റെ ഫോണല്ല, എൻ്റെ ഫോൺ പഴയതാ. പിന്നെ അതേ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. നയന ഫോൺ എടുത്ത് തിരിച്ചു മറിച്ചു അവനെ കാണിച്ചുകൊണ്ട് അവളുടെ വാദം തെളിയിക്കാൻ. താനെന്താടോ കുളത്തിൽ മഴ നഷ്ടപ്പെട്ട വിറക് വെട്ടുകാരനായി കളിക്കാനോ? ചാട കാണിക്കാതെ അമ്മച്ചിയെ വിളിക്കാൻ നോക്കടി. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അവളുടെ മുതുകിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് അർജുൻ എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിൽ കടന്ന് വാതിലടച്ചു. ഫോൺ തുറന്നു നോക്കുമ്പോൾ അവളുടെ സിം തന്നെയാണ് അതിനകത്തുള്ളത്. അവൾക്കരികിൽ കിടക്കുന്ന കോളേജ് ബാഗിൽ തപ്പി നോക്കിയതും അവളുടെ പഴയ പൊട്ടിയ ഫോൺ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതോടെ ഇത് അവൻ തനിക്ക് വാങ്ങിയ പുതിയ ഫോണാണെന്ന് നയനക്ക് ബോധ്യമായി. അമ്മച്ചിയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. മുൻപൊക്കെ അമ്മച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്തൊരു കുളിർമ ഉള്ളിൽ തെളിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ആ ശബ്ദം കേട്ടതും വാക്കുകൾ കിട്ടാതെ അവൾ കിതച്ചുപോയി. അവൾ തൻ്റെ മുറിക്കുള്ളിൽ കയറി ജനലോരം വന്നു നിന്നു. കൊച്ചേ, നീ ഇതെവിടെ ആയിരുന്നടി? നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഇവിടെയുള്ളൊരു തീ തിന്നാണ് ഇത്രയും ദിവസം തള്ളി നീക്കിയത്. പുറത്ത് മഴ ശക്തി ആർജിച്ചിട്ടുണ്ട്. മഴയുടെ ആരവം കാരണം അമ്മച്ചിയുടെ ഒച്ച അവളിൽ നിന്നും അകന്നുപോയി. എങ്കിലും ചിലതൊക്കെ പൊട്ടും പൊടിയായി കാതിലെത്തി. ജീവിതത്തിൽ സ്വസ്ഥത എന്താണെന്ന് അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവില്ലേ? ഇത്രയും നാൾ കുഞ്ഞുമോളെക്കുറിച്ചായിരുന്നു ആദ്യം. അവളുടെ ദീനമോർത്തായിരുന്നു മനസ്സ് പിടഞ്ഞത്. ഇപ്പം അതല്ല. അതൊക്കെയാണ് ഒന്ന് ഒതുക്കി തുടങ്ങിയപ്പോൾ ഇപ്പം നിന്നെ ഓർത്തായി ആദ്യം. ത്രേസ്യയുടെ ശാസനയും ദുഃഖവും ഒരുപോലെ നിയലിച്ചു നിന്നു. അമ്മച്ചി, എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി. അവളുടെ പറച്ചിലിൽ അവരുടെ സ്വരം നിശ്ചലമായി. അമ്മച്ചി. മറുപുറം നിശബ്ദമാണെന്നറിഞ്ഞതും അവൾ വേവലാതിയോടെ വിളിച്ചു. എൻ്റെ കൊച്ചേ, എന്നതൊക്കെയാണ് നീ പറയുന്നത്? ആക്സിഡൻറ്റോ? എങ്ങനെ? എവിടുന്ന് സംഭവിച്ചതാ? ത്രേസ്യയുടെ നിലവിളി കേട്ട് കോശിയും കുഞ്ഞുമോളും അവൾക്കരികിലേക്ക് ആദിയോടെ വന്നു നിന്നു. അമ്മച്ചി, പേടിക്കാനൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്.
എന്നൊരു പറച്ചിലോട് കൂടി അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ കഥയിലെ സീനിൽ എവിടെയും അർജുൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കൊച്ചെവിടെയാ? മുഖം ഒന്ന് അമർത്തി തുറച്ചുകൊണ്ട് ത്രേസ്യ തിരക്കി. ഞാൻ സൂസൻ ചേച്ചിയുടെ കൂടെ തന്നെയാ. കള്ളം പറയുമ്പോൾ അവളുടെ സ്വരം വീണ്ടും ഇടറി. എൻ്റെ കൊച്ചു വീട്ടിലേക്ക് വാ, അപ്പച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളൂ. കരച്ചിലൊതുക്കിക്കൊണ്ട് ത്രേസ്യ പറഞ്ഞു. വേണ്ട അമ്മച്ചി, എനിക്കിപ്പോൾ വരാനൊക്കില്ല. അതാ അമ്മച്ചി പറഞ്ഞത്. തനിയെ വരാൻ കൊച്ചിനാവില്ലല്ലോ. അപ്പച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളും. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണ്ടേ? നിനക്ക് കുഞ്ഞു മോളെ കാണണ്ടേ? ഒറ്റ ശ്വാസത്തിൽ ത്രേസ്യ ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ വന്നോളാം. കണ്ണുകൾ ഇറുക്കി അടച്ചു മിഴിനീരിനെ സ്വതന്ത്രമാക്കിക്കൊണ്ടവൾ കോള് കട്ട് ചെയ്തു. എന്താ, അമ്മച്ചിയുമായിട്ട് വഴക്കായോ? അർജുൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ മിഴികൾ ഉയർത്തി നോക്കി. കണ്ണിലെ നനവപ്പോഴും ഉണങ്ങിയിട്ടില്ലായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന അർജുൻ ടവൽ കൊണ്ട് ഉച്ചി തുളച്ചു കൊണ്ടിരിക്കുകയാണ്. ടീഷർട്ടും പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം. അമ്മച്ചി എന്നോട് നാട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. അവൾ തലകുനിച്ചു പറഞ്ഞു. ആ സ്വരത്തിൽ ഒരു തരം നിസ്സഹായത നിറഞ്ഞിരുന്നു. അതിനെന്താ, അമ്മച്ചി വിളിച്ചാൽ പോണം. അലസമായി പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും പോയി അടുക്കളവാതിൽ തുറന്നു. പറഞ്ഞത് അവൻ തന്നെയാണോ എന്ന ആശ്ചര്യത്തിൽ അവൾ നിന്നു. ആരോഗ്യം വീണ്ടെടുത്താൽ നമുക്ക് പോവാടോ തൻ്റെ കുഞ്ഞുമോളെയും അമ്മച്ചിയെയും അപ്പച്ചനെയും ഒക്കെ കാണാൻ. ആദ്യം നേരം ഭക്ഷണം കഴിക്കുക, മരുന്ന് കുടിക്കുക, അത്രേ വേണ്ടൂ. കയ്യിൽ കാസറോൾ എടുത്തുകൊണ്ട് അവൻ ടേബിളിൽ വെച്ചു. അയ്യോ, ഞാൻ സഹായിക്കാം. അവൻ്റെ പൊടുന്നനെയുള്ള മാറ്റവും സംസാരവും കേട്ട് ഒരുമാത്രം നിശ്ചലയായവൾ സുബോധം വീണ്ടെടുത്തു. കൈ കഴുകി അവിടെ ഇരിക്കാൻ നോക്കുപ്പെണ്ണേ. 2 പ്ലേറ്റ് കഴുകിയെടുത്ത് വരുന്നതിനിടെ അവൻ ശാസിച്ചു. അവൾ അനുസരണയുള്ള കുട്ടിയായി കൈ കഴുകി വന്നിരുന്നു. അപ്പോഴേക്ക് അർജുൻ കറിപ്പാത്രം കൊണ്ടുവച്ചു. എനിക്ക് വിശപ്പില്ല സാറേ, സീതേച്ചി എന്നെ കൊണ്ട് വയറ് നിറച്ച് കഞ്ഞി കുടിപ്പിച്ചതാ. അവൾ പേടിയോടെ ആ കഴിക്കുന്നവനെ നോക്കി. അത് പോരാ സാറേ, മരുന്ന് കുടിക്കാനുള്ളതാ, ഇല്ലെങ്കിൽ ചത്ത പോലെ കിടക്കേണ്ടി വരും. അർജുൻ അവളുടെ സംസാര രീതി അനുകരിച്ചു കൊണ്ട് കളിയാക്കി. അർജുൻ ഒരു ചപ്പാത്തി എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കറി ഒഴിച്ച് കൊടുത്തു. ശേഷം അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇട്ട് കറി ഒഴിച്ച് വേഗം കഴിക്കാൻ തുടങ്ങി. അർജുന് നന്നായി വിശന്നിരുന്നു. അതാ കയ്പിൻ്റെ വേഗത കണ്ടാലറിയാം. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളും കഴിക്കാൻ തുടങ്ങി. അർജുൻ കയ്പ് കഴിഞ്ഞ് വേഗം എഴുന്നേറ്റെങ്കിലും അവൾ കിള്ളിപ്പെറുക്കിയിരുന്നു. എഴുന്നേൽക്കുന്നതിനിടെ അവളെ നോക്കിയുള്ള രൂക്ഷത നിറഞ്ഞ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഭീതിയോടെ മിഴിവർത്തി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം ചപ്പാത്തി കഷ്ണങ്ങൾ വായിലേക്ക് ഇട്ട് വെള്ളവും കുടിച്ചു. പോയി അവിടെ ഇരിക്കി. പാത്രങ്ങൾ പെറുക്കി കയ്യിൽ വെച്ച് പോകാൻ ഒരുങ്ങുന്ന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു കൊണ്ടവൻ ഹാളിലെ സോഫ ചൂണ്ടിക്കാണിച്ചു. അധികാരത്തിൻ്റെ ഗാംഭീര്യം കലർന്ന കരുതൽ. അത് കേട്ടാൽ മറുത്തൊന്നും പറയാൻ തോന്നില്ല, അനുസരിക്കാൻ മാത്രം തോന്നും. അവളിൽ നിന്നും വാങ്ങിയെടുത്ത പാത്രങ്ങൾ എടുത്ത് കഴുകാൻ പോകുന്നവനെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടവൾ സോഫയിൽ പോയിരുന്നു. തുടരും. അല്ലെങ്കിലും ആളുകൾ തമ്മിൽ സ്നേഹിക്കുന്നത് കാണാനല്ലേ നമുക്കൊക്കെ ഇഷ്ടമല്ലേ? അടിപിടി കാണുന്നതും അടിപിടിയുടെ കഥകൾ കേൾക്കുന്നതും നമുക്ക് സങ്കടമുള്ളതാണ്. സ്നേഹിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. സ്നേഹിക്കപ്പെടുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ? അപ്പം നയനയ്ക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അർജുൻ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് നമുക്ക് തോന്നലുണ്ടാവട്ടെ. അപ്പോൾ കഥയുടെ അടുത്ത ഭാഗം ഞാൻ നാളെ കൊണ്ടുവരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ വിജയിപ്പിച്ച് തരണേ. കഥകൾ ഇനിയും വരും. താങ്ക് യു.